ഇതാണ് നമ്മുടെ കൂളി. മുടിയേറ്റിലെ നല്ല ഹാസ്യ കഥാപാത്രമാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് ഗംഭീരമായിട്ട് വന്ന് പോസ് ചെയ്ത് തന്നതാണ് കേട്ടോ. അതായത് കുട്ടികളെയൊക്കെ പിടിക്കാൻ പോവുക, സദസ്സിലിരിക്കുന്നവരെയൊക്കെ കളിയാക്കുക, അങ്ങനെ സദസ്സുമായി സംവദിച്ച് കൗതുകവും. എന്നാൽ കാളിദാരിക യുദ്ധത്തിന് മുൻപ് കാളിക്ക് മുന്നോടിയായി വന്ന അന്തരീക്ഷം ഭയപ്പെടുത്താനും എത്തുന്ന ഒരു ഭൂതഗണമാണ് കേട്ടോ കൂളി. ഈ കഥാപാത്രം ചെയ്യണ വേറെ ആരും അല്ല കേട്ടോ, നമ്മുടെ അമ്പലത്തിൽ മാല കെട്ടണ നമ്മുടെ സ്വന്തം അരമൻ ചേട്ടനാണ് കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡിലെ കാളി പുറപ്പാടിന് ശേഷം കിരീടം ശിരസിൽ നിന്ന് മാറ്റിയിട്ട് സ്വബോധത്തിലേക്ക് തിരിച്ചു വരുന്ന മധുചേട്ടനെയാണ് കേട്ടോ കാണുന്നത്. ഈ വിശ്രമത്തിന്റെ ഇടയിലാണ് നമ്മുടെ കൂളിയുടെ വരവ്. അതിനുശേഷം വീണ്ടും കിരീടം ധരിച്ച് ദാരികനെതിരായിട്ട് പോരിന് വിളിക്കുകയാണ്. ഈ പോർവിളിയുടെ അവസാനം നാളെ പുലരും മുമ്പേ നിന്നെ കൊന്ന് നിന്റെ ശിരസ് കൊണ്ട് ഞാൻ കൈലാസം പോകും എന്നും പറഞ്ഞ് ആ രംഗം അവസാനിക്കുകയാണ്. ഇതാണ് നമ്മുടെ കോയമ്പടൻ നായർ. പോർവിളിക്ക് ശേഷം വേദിയിലെ കോയമ്പടൻ നായർ എന്ന ഹാസ്യ കഥാപാത്രമാണ് കേട്ടോ പ്രത്യക്ഷപ്പെടുന്നത്. കാളി ഒരുപാട് നാളായിട്ട് യുദ്ധത്തിന് പോയിട്ട് തിരിച്ചു വരാത്തത് കൊണ്ട് അന്ന് കൈലാസത്തിലുണ്ടായിരുന്ന കാര്യസ്ഥനും പടനായകനുമായ നായർ സമുദായക്കാരനെ പരമശിവൻ യുദ്ധസന്നിധിയിലേക്ക് അയക്കുന്നു എന്നാണ് കേട്ടോ സങ്കല്പം. അങ്ങനെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളെല്ലാം ഹാസ്യരൂപത്തിലും അതുപോലെ യുദ്ധരംഗത്തെക്കുറിച്ച് സൂത്രത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് കോയമ്പടൻ നായർ രംഗം വിടുന്നത് കേട്ടോ. ഇനി തിരശീലയ്ക്ക് പിന്നില് ദാരികനും ദാനവന്മാരും അതുപോലെ വേദിയുടെ മറ്റരികില് കാളിയും പ്രത്യക്ഷപ്പെടാണ് കേട്ടോ. ഈ സമയം ഭൂതം നമ്മുടെ കൂളി കാളിയുടെ അടുത്ത് വന്ന് ദാരിക ദാനവന്മാര് കാട്ടിക്കൊടുക്കുകയാണ്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ പഴയ കാലത്തെ യുദ്ധമുറകൾ അതിൻ്റെതായ താളക്രമത്തിലും ക്രമപ്രകാരവും പയറ്റുമുറകളും അവതരിപ്പിക്കുകയാണ് കേട്ടോ. ആദ്യമായി 4 നടക്കില്ല, അതായത് കൽവിളക്കിന്റെ 4 ഭാഗത്ത് മുടിയൊഴിച്ചിൽ എന്ന ചടങ്ങ് ഭക്തി പരസ്പരം താളക്രമത്തിൽ അവതരിപ്പിക്കുകയാണ് കേട്ടോ. ഈ ചടങ്ങ് പയറ്റുമുറകൾ അവതരിപ്പിക്കുന്നതിന് മുൻപാണ്, അതായത് യുദ്ധത്തിന്റെ യഥാർത്ഥ ഭാഗങ്ങൾ വരണേ ഉള്ളൂ. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിശദമായിട്ട് കാണാം. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ജീവിതം മാക്സിമം